ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജനുവരി 26 ഹിയോ മിയോങ് ഹാങ് സംവിധാനം ചെയ്ത് ഡയറക്ടറേറ്റ് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്ത സിനിമയാണ് ഡോങ് എന്ന നായകനായ ബേർഡ് ഹണ്ടേഴ്സ് എന്ന ചിത്രം. ഒരു ആക്ഷൻ പടം കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മൂവിയാണ് ബേർഡ് ഹണ്ടേഴ്സ്. ഒരുപാടധികം വൺ ഷോട്ടും ഒരുപാടധികം ആക്ഷൻ സീക്വൻസ് അടങ്ങിയിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ്. ഏകദേശം 1 മണിക്കൂറും 48 മിനിറ്റുമാണ് സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. പെർഫെക്റ്റ് റണ്ണിങ് ടൈം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒട്ട് റബ്ബർ പോലെയിട്ട് വലിക്കുന്നില്ല ഈ സിനിമ. നല്ല പെർഫെക്റ്റ് സ്ക്രീൻ പ്ലേയും നല്ല ആക്ഷൻസും കൊണ്ട് മികച്ച നിൽക്കുന്ന ഒരു സംഭവമാണ് ബേർഡ് ഹണ്ടേഴ്സ് എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത്, സൗത്ത് കൊറിയ എന്ന രാജ്യത്തിൽ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാവുകയാണ്. അതിനെ തുടർന്ന് ഒരുപാട് പേര് അങ്ങ് മരിച്ചു പോവുകയാണ്. ആ ലാൻഡ് ഒരു നാശനഷ്ടം പോലെ എല്ലാം അങ്ങനെ കിടക്കുകയാണ്. അതിൽ കുറച്ച് പേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിലൊരു സയൻറ്റിസ്റ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യർ നശിക്കാതിരിക്കാൻ വേണ്ടി ആ സയൻറ്റിസ്റ്റ് ഒരു കെമിക്കൽ ഫോം ചേർന്ന ഒരു മരുന്ന് കണ്ടുപിടിക്കുകയാണ്. അത് വെള്ളത്തിലൂടെയാണ്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം മനുഷ്യരങ്ങനെ മരിക്കാനൊന്നും പോകുന്നില്ല. എന്നുവെച്ചാൽ അതിൽ റിക്കവറി പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു നൈസായിട്ടൊരു പണി വാളുന്നുണ്ട്. സൈഡ് എഫക്റ്റ് ഉണ്ട് ആ മരുന്നിന്. അങ്ങനെ ഓരോരുത്തരും ഒരു സോംബീസായിട്ട് ട്രാൻസ്ഫോം ആവുകയാണ്. അതുമാത്രമല്ല, തൻ്റെ മകളെ രക്ഷിക്കാൻ കൂടിയാണ് ഈ കുറച്ച് നൈബേഴ്സ് ഇങ്ങനെ പിടിച്ച് അവരുടെ മറ്റേ എലി പരീക്ഷണം ചെയ്യും പോലെയാണ് ഓരോ മനുഷ്യരെ അയാളുടെ മകളെ വെച്ച് പരീക്ഷിക്കുന്നത്, ഓരോ മനുഷ്യരായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിനിമയുടെ ഒരു കഥയെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സുന എന്ന് പറയുന്ന ഡോങ് അണ്ണൻ്റെ കൂടെ നടന്ന ഒരു കൊച്ചിനെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഡോങ് അണ്ണൻ ഈ സയൻറ്റിസ്റ്റിനെ നശിപ്പിക്കുകയും സുനയെ രക്ഷിക്കുന്ന കഥയൊക്കെയാണ് സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. ഡോങ് അണ്ണൻ്റെ ഇടി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത 10 അടങ്ങിലുള്ള ഇടി അടങ്ങുകയല്ല, കിട്ടില്ല ആക്ഷൻ സീക്വൻസാണ് ഇതിലുള്ളത്. ഡോങ് അണ്ണൻ്റെ ഒരു 1 man ഷോ ആണ് ബേർഡ് ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ഈ ചിത്രം. അപ്പോൾ ഈ ചിത്രം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം നെറ്റ്ഫ്ലിക്സ് വഴി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു സിനിമയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആക്ഷൻ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് ബേർഡ് ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ചിത്രം. പിന്നെ ഒരുപാട് വൺ ഷോട്ട് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ബേർഡ് ഹണ്ടേഴ്സ് എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.